താരങ്ങളുടെ പ്രചാരം കുറയ്ക്കണം എന്ന അഭിപ്രായം നിശ്ചയമുണ്ടോ? 100% ഉണ്ട്. ഇത് താരങ്ങൾ നിർമ്മിക്കുന്ന സിനിമ അവർ പ്രദർശിപ്പിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? അതെനിക്കൊന്ന് കാട്ടി തന്നത്. അങ്ങനെ ഒരു എക്സാക്ട് ആയിട്ട് ഒരു ഡേറ്റിൽ ഒരു സമരമായിട്ട് ഞങ്ങൾ ഇങ്ങനെ ഉദ്ദേശിക്കുന്നു, ഞങ്ങൾ ഇങ്ങനെയൊന്നും നടന്നില്ലെങ്കിൽ ചിലപ്പോൾ സമരത്തിലേക്ക് പോവാം. ലിസ്റ്റിംഗ് സംഘടനയ്ക്കൊപ്പമാണോ അല്ലയോ എന്നുള്ള ചോദ്യത്തിലാണ് എന്തുകൊണ്ടിട്ട് സംഘടന 100% സംഘടനയ്ക്ക് ഒപ്പം തന്നെയാണ്. സജീവമായി നിർമ്മാണ മേഖലയിലും സിനിമ റിലീസാകാൻ നിൽക്കുന്ന ആൾക്കാരൊക്കെയാണ് ലിസ്റ്റിനും അന്യപരമാരൊക്കെ. ഇവരൊന്നും സമരത്തിന് അനുകൂലിക്കുന്നത്. അപ്പൊ ഈ സിനിമ ചെയ്യാത്ത ആളുകളാണോ സമരത്തിന് അനുകൂലിക്കുന്നത്? അല്ല, ഒരു സെക്കൻഡ്. ഞങ്ങളുടെ സംഘടനയിൽ അങ്ങനെ ഒരു ഭിന്നത ഇല്ല. ജൂനിയർ ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്, സീനിയർ ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്. അപ്പം നമുക്ക് 2 ടൈപ്പ് ഓഫ് ആൾക്കാരും നമുക്ക് ആവശ്യമാണ്. സീനിയർ ആയിട്ടുള്ള ആൾക്കാർ പറയുമ്പോഴാണ് കുറച്ചുകൂടെ ആധികാരികമായിട്ട് അത് പറയാനായിട്ട് പറ്റുകയുള്ളൂ. അതിന്റെ അടിസ്ഥാനത്തിലാണ് സുരേഷ് ഏട്ടൻ അത് പറഞ്ഞത് എന്നുള്ളത് മാത്രമാണ് എനിക്കത് പറയാനായിട്ടുള്ളത്. ഇന്ന് രാവിലെയും ഇതിലൊക്കെ ഞാൻ സുരേഷ് ഏട്ടനായിട്ട് സംസാരിച്ചാണ്. സുരേഷ് ഏട്ടൻ ഒരു ഇൻഡസ്ട്രീനെ മോശമാക്കാനായിട്ടോ അല്ലെങ്കിൽ ഒരു വ്യക്തിപരമായിട്ട് ആരെങ്കിലും വേദനിപ്പിക്കാനായിട്ടോ ഒന്നും പറഞ്ഞൊരു കാര്യമല്ല എന്നുള്ളത് ഒരിക്കൽ കൂടി ഒരു അസോസിയേഷൻ്റെ ഒരു പ്രതിനിധി എന്നുള്ള ഒരു നിലയിൽ ഞാൻ നിങ്ങളെ അത് ഓർമ്മപ്പെടുത്തുകയാണ്. സംയുക്ത മീറ്റിംഗിൽ പങ്കെടുത്ത അല്ലെങ്കിൽ അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നിർദ്ദേശിച്ചത്, ചർച്ച ചെയ്യപ്പെട്ടത് എന്നുള്ള കാര്യങ്ങൾ, പല കാര്യങ്ങൾ പറയുന്നതിൻ്റെ ഇടയിൽ നമ്മൾ കാഷ്വലായിട്ട് ചോദിക്കുമല്ലോ. അപ്പൊ അങ്ങനെ ചോദിച്ച ഒരു ചോദ്യത്തിനുള്ള മറുപടി ആയിട്ടാണ് പുള്ളി സമ്മേളനത്തിൽ അങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടില്ല. ബജറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അദ്ദേഹം വേറൊരു ഓൺലൈനിൽ കൊടുത്ത അഭിമുഖത്തിലാണ് പറഞ്ഞത്. വാർത്താ സമ്മേളനത്തിൽ സുരേഷ് കുമാർ ആ വാക്ക് ഉപയോഗിച്ചിട്ടില്ല. ആന്റണി ബജറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതുമായി ബന്ധപ്പെട്ടിട്ട് ആന്റണി പെരുമ്പാവൂരിന് ഈ പ്രശ്നമുണ്ടായപ്പോൾ ഞായറാഴ്ച എന്ന ദിവസം ലിസ്റ്റിന് ഉൾപ്പെടെ ഉള്ളവരെ വിളിച്ചു. ആന്റണി പെരുമ്പാവൂർ വിളിച്ചിരുന്നു, ഇല്ലേ? അസോസിയേഷൻ ഉള്ളവരെ വിളിച്ചിരുന്നു. അന്നും ആന്റണി പെരുമ്പാവൂർ ആവശ്യപ്പെട്ടത് എന്റെ ബജറ്റിനെ കുറിച്ച് പറയാൻ ആർക്കാണ് അധികാരമുള്ളത്? അത് അസോസിയേഷൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ചോദ്യം ചോദിച്ചു. അന്ന് അസോസിയേഷനുള്ള മറുപടി ആന്റണി പെരുമ്പാവൂരിന് നൽകിയത് അതൊരു തിരുത്ത് നൽകാം എന്ന് ആന്റണി പെരുമ്പാവൂർ നൽകി എന്നുള്ള കാര്യത്തിൽ യാതൊരു ലിസ്റ്റിനില്ല എന്നെനിക്കറിയാം. പിന്നെ ഈ വാർത്താക്കുറിപ്പ് ഇറക്കുമ്പോഴും അതുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് പോലും എഴുതിച്ചേർക്കാതെ ഇരിക്കാനുള്ള ഒരു കാരണം എന്താണ്? ആന്റണി പെരുമ്പാവൂർ പറഞ്ഞ് അക്കമിട്ട് ചോദിച്ചൊരു കാര്യമാണ് എന്റെ ബജറ്റിനെ കുറിച്ച് പറയാൻ സുരേഷ് കുമാർ എന്താണ് അധികാരം? അത് സുരേഷ് കുമാറിന് അസോസിയേഷൻ ചുമതലപ്പെടുത്തിയാണോ? അതല്ല എന്നും അതേ എന്നും ആ വാർത്താക്കുറിപ്പിൽ ഇറക്കിയിട്ടില്ല. അതാണ് വീണ്ടും ഇന്നലെ മോഹൻലാൽ ഉൾപ്പെടെ എടുത്തത് ഷെയർ ചെയ്യാനുള്ള കാരണം ഉണ്ടായത്. വളരെ കറക്റ്റാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഒരു സിനിമയുടെ ഒരു കാര്യം ഒരു അസോസിയേഷൻ അങ്ങനെ വേണേൽ പറയേണ്ട കാര്യമായിട്ടില്ല. അതുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ കൊടുത്ത മാസത്തിൽ കൊടുക്കുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിങ്ങൾ ഇത് അറിയണം, ഞങ്ങളുടെ പ്രശ്നങ്ങൾ അറിയണം, ആർട്ടിസ്റ്റ് ഇത്രയൊക്കെയാണ് വാങ്ങുന്നത്, ഞങ്ങൾ ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇത് മറ്റുള്ളവരോട് അറിയണം. അതായത് പൊതുജനം അറിഞ്ഞിട്ട് പൊതുജനം ഇതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടെന്നുള്ള രീതിയിലല്ല നമ്മളിത് പുറത്തേക്ക് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ട്രൈ ചെയ്തല്ലോ. അപ്പം ഈ പല നിർമ്മാതാക്കളും പുതിയതായിട്ട് വരുമ്പോഴത്തേനും ഈ റെമ്യൂണറേഷൻ കൂടുതൽ കൊടുക്കുമ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രസന്റ്ലി നിർമ്മിക്കുന്ന നിർമ്മാതാക്കളും അത് അഫക്റ്റ് ആവുകയാണ്. അപ്പം പല നിർമ്മാതാക്കൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് സുരേഷ് ഏട്ടൻ ഇത് പബ്ലിഷ് ചെയ്തത്. അല്ലാണ്ട് സുരേഷ് ഏട്ടൻ്റെ ഒരു പേഴ്സണൽ ഇന്റൻഷൻ അല്ല ഓക്കെ ഇതെല്ലാം കൂടെ പബ്ലിഷ് ചെയ്തേക്കാം. ജനുവരിയിൽ ഒരു പടം അല്ലല്ലോ പബ്ലിഷ് ചെയ്തത്, ജനുവരിയിൽ റിലീസ് ചെയ്ത സിനിമകളാണ് പബ്ലിഷ് ചെയ്തത്. അതിൻ്റെ അകത്ത് ഒരു സിനിമകളും വിട്ടിട്ടില്ല. അതിൻ്റെ അകത്ത് 1 ലക്ഷം രൂപ പോലും വരാത്ത കളക്ട് ആവാത്ത സിനിമകളെല്ലാം ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. അതല്ല ഞാൻ ചോദിച്ചത് ആന്റണി പെരുമ്പാവൂരിന്റെ എമ്പുരാനുമായി ബന്ധപ്പെട്ട് 141 കോടി രൂപ മുതൽ മുടക്കുണ്ട്. അത് ആന്റണി പെരുമ്പാവൂർ സുരേഷ് കുമാറിനോട് പറഞ്ഞത്. സുരേഷ് കുമാർ ഒരു ഓൺലൈനിൽ നടത്തിയ ഇന്റർവ്യൂവിൽ പറയുന്നത് അത് വലിയ ചർച്ചയായി. അത് പറഞ്ഞപ്പോൾ ആന്റണി പെരുമ്പാവൂരിന്റെ കത്തിൽ കറക്റ്റ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട് അതിന് സുരേഷ് കുമാറിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ അസോസിയേഷൻ? ഇല്ലെങ്കിൽ അതിനൊരു മറുപടി എനിക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ആ കത്തിൽ ആ ഒരു പോയിന്റ് നിങ്ങൾ ഉൾപ്പെടുത്തായിരുന്നാണ് വീണ്ടും മോഹൻലാൽ ഉൾപ്പെടെയുള്ളവരെ ഫേസ്ബുക്ക് പോസ്റ്റ് സംഭവിച്ചു. അത് പറഞ്ഞതിൽ അതായത് എന്താണെന്ന് വെച്ചാൽ ഒരു ബിസിനസ് നടത്തേണ്ട ഒരാൾ എന്നുള്ള രീതിയിലും സുരേഷ് കുമാർ ഒരു നിർമ്മാതാവ് എന്നുള്ള രീതിയിൽ പുള്ളിക്ക് അതൊരു പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടും തോന്നിയിട്ടുണ്ട്. കാരണം അതൊരു ബിസിനസ് നടത്താത്തൊരു സിനിമയാണ്. ഞാൻ എന്തിനാണ്, കാരണം എന്താണെന്ന് വെച്ചാൽ ബിസിനസ് നടത്തിയ ഇറങ്ങിക്കഴിഞ്ഞ സിനിമകളെ പറ്റി ആയിരുന്നു പറഞ്ഞത്. അല്ല ഇത് ഞാൻ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പേഴ്സണൽ ടോക്കുകൾ എല്ലാവരും ഒക്കെ ആയിട്ട് നടത്താറുണ്ടല്ലോ. ഞാൻ പറഞ്ഞല്ലോ അത് ഒരു പക്ഷേ പുള്ളിക്ക് അത് പറയേണ്ട കാര്യം ഇല്ലായിരുന്നാണ്. കാരണം അതൊരു ഇറങ്ങാത്ത സിനിമയാണ്, ബിസിനസ് നടത്താത്ത സിനിമയാണ്. ഇവരെല്ലാം ആന്റണി പെരുമ്പാവൂർ ഇപ്പൊ പറയുന്നത് സുരേഷ് കുമാർ മറ്റ് നിർമ്മാതാക്കളുടെ അഭിപ്രായം പറയുന്നു. അപ്പോൾ ആന്റണി പെരുമ്പാവൂർ ഇത് സംഘടനയെ പറയാതെ ഇത് ഫേസ്ബുക്കിൽ എഴുതിയിട്ട് തെറ്റായ നടപടിയല്ലേ? അല്ല ഞാൻ പറഞ്ഞല്ലോ പുള്ളിയുടെ അദ്ദേഹത്തിന്റെ ഒരു വിഷമം
ബിറ്റി ഇവൻ അറിയിച്ചു എന്നുള്ളത് മാത്രമാണ്. ഇവര് തമ്മിൽ നല്ല തിക് ഫ്രണ്ട്സ് ആണ്. ലാലേട്ടൻ ആയിക്കോട്ടെ, സുരേഷ് ഏട്ടൻ ആയിക്കോട്ടെ, ആന്റണി ചേട്ടൻ ആയിക്കോട്ടെ, എല്ലാവരും നല്ല ഫ്രണ്ട്സ് ആണ്. അതിന്റെ അകത്ത് യാതൊരു ഡൗട്ടും ഇല്ല. പക്ഷെ ഒരു കാര്യം വന്നു, പക്ഷെ അതൊരു പബ്ലിക് ഫോറത്തിൽ കൂടെ വന്നു പോയി, അല്ലെങ്കിൽ ഒരു മാധ്യമത്തിൽ കൂടി അത് പറഞ്ഞു വേറൊരാളൊരു നിങ്ങൾ പ്രതികരിക്കാൻ സംഘടന തന്നെ ആന്റണി പെരുമാളിന്റെ നിലപാട് തള്ളി കൊടുക്കുന്ന വാർത്താക്കുറിപ്പാണ്. ഇതിൽ നിന്നിപ്പോ നിങ്ങൾക്ക് ഈ പറയുന്ന വാദം എന്താണെന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെ ഇങ്ങനെ കൃത്യമായിട്ട് ആന്റണി പെരുമാൾ തള്ളി ആന്റണി പെരുമാൾ നിലപാട് തള്ളിക്കൊടുക്കാണ് ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയത്. അനുചിതമായി പോയി, പുറത്തു പോയി അനുചിതമായി പോയി എന്ന് പറഞ്ഞാൽ നിലപാട് തള്ളി. തീർച്ചയായിട്ടും ഒരു സംഘടന എന്നുള്ള ഒരു നിലയ്ക്ക് അങ്ങനെ ഒരു ലെറ്റർ എഴുതണല്ലോ. കാരണം അതിന്റെ അകത്ത് ഒരു മെമ്പർ കാട്ടി, ഇപ്പൊ ഞാൻ അമ്മ അസോസിയേഷൻ അങ്ങനെ ഒരു കത്ത് പുറത്തു വന്നിട്ട് ഇപ്പൊ ഇടുന്നതിപ്പോ അങ്ങനെ എല്ലാം ഉദ്ദേശിച്ച് ലിസ്റ്റും പറയുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, ഞാൻ ഇവരോട് രണ്ടുപേരോട് സംസാരിച്ച വ്യക്തി എന്ന നിലയ്ക്കാണ്, ഞാൻ അസോസിയേഷൻ എന്നുള്ള നിലയ്ക്കാണ് ഞാൻ പറയുന്നത്. സംഘടന എടുക്കേണ്ടത് അല്ല, ഞാനൊരു കാര്യം പറയുന്നത്, നമ്മളൊരു സമരം എന്ന് പറയുന്നത് നാളെ മുതൽ എന്ന് പറയുവാണെങ്കിൽ ഓക്കെയാണ്, അതാണ് ഒരു സമരം. ഒരു ജൂൺ മുതൽ ആരംഭിക്കാൻ പോകുന്ന ഒരു സമരം എന്ന് പറയുമ്പോൾ അതിന്റെ ഇടയ്ക്ക് എത്രയോ ചർച്ചകൾ നടക്കും. പറഞ്ഞു മനസ്സിലായി. നമ്മൾ ഇങ്ങനെ ഒരു ലെവലിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഒരു സമരം നടക്കൂലല്ലോ. നമ്മൾ ചർച്ചകൾ അതിന്റെ ഇടയ്ക്ക് നടക്കൂലേ? എല്ലാ സംഘടനകളുമായിട്ട് മീറ്റ് ചെയ്യത്തില്ലേ? അമ്മയായിട്ടോ FK ആയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള അനുബന്ധപ്പെട്ട സംഘടനകളുമായിട്ട് നമ്മൾ ചർച്ച തീർച്ചയായിട്ടും നടത്തും. തീർച്ചയായിട്ടും നടത്തി കഴിഞ്ഞിട്ട് സമരം വെക്കാൻ വേണ്ടിയിട്ടല്ലോ. ഇന്ന് ഞാൻ ചോദിച്ചാൽ എനിക്കൊരു 40 തിയേറ്ററുകളുണ്ട്, അല്ലെങ്കിൽ കേരളത്തിൽ 750 തിയേറ്ററുകളോ ഉണ്ട്, സ്ക്രീനുകളോളം ഉണ്ട്. ഇതെല്ലാം അടച്ചിട്ടിട്ട് ആർക്കാണ് ഗുണം കിട്ടുന്നത്? നമ്മൾ അങ്ങനെ ഒരു സമരത്തിന് അഗനിസ്റ്റ് ആണ്. പറഞ്ഞു മനസ്സിലാവും. പക്ഷെ ഒരു സംഘടന എന്ന് പറയുമ്പോൾ അത് പറഞ്ഞു പോകും. അല്ലെങ്കിൽ എന്താ സമരമാണ്, അല്ലെങ്കിൽ ഇവിടെ എല്ലാവർക്കും ജീവിക്കണ്ടേ. ഞാനുൾപ്പെടെ ഞാനൊരു പ്രൊഡ്യൂസറായിട്ട് വന്ന് നിന്ന് വളർന്ന ഒരാളാണ്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അവസരം വേണം. അപ്പൊ ആ അവസരത്തിന് വേണ്ടിയിട്ട് നമ്മൾ പറയും. ഇപ്പൊ സർക്കാർ പറയാറില്ല, അല്ലെങ്കിൽ പ്രതിപക്ഷം പറയാറില്ല ഞങ്ങൾ ഇങ്ങനെ സമരം വെക്കുന്നു, ഇന്ന രീതിയിൽ ഹർത്താൽ ഉണ്ടാവുന്നു. ആ പറയുന്നതിന് മുമ്പ് തന്നെ അത് പ്രശ്നം പരിഹരിക്കുന്നില്ല. അപ്പൊ അല്ലല്ല, അങ്ങനെ ഒരു എക്സാക്ട് ആയിട്ട് ഒരു ഡേറ്റിൽ ഒരു സമരമായിട്ട് ഞങ്ങൾ ഇങ്ങനെ ഉദ്ദേശിക്കുന്നു, ഞങ്ങൾ ഇങ്ങനെയൊന്നും നടന്നില്ലെങ്കിൽ ചിലപ്പോൾ സമരത്തിലേക്ക് പോവാം. വാക്കുകള് ഇപ്പൊ ആർക്കും വന്നിട്ട് ഇവൻ ചെറുതായിട്ട് തെറ്റിപ്പോവാലോ. പറഞ്ഞു ജൂൺ 1-ാം തീയതി സമരം അല്ല, എന്തിനായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആനന്ദ് ചേട്ടൻ അവിടെ വന്നിട്ടില്ല. ഞാൻ പറയട്ടെ, ഒരാൾ വരാത്ത ഒരാൾ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വന്നെങ്കിൽ എല്ലാവരോടും അത് വിളിച്ച് ചോദിച്ച് അങ്ങനെയാണല്ലോ. ഒരാൾ ചോദിച്ചാൽ എനിക്ക് അങ്ങോട്ടോ ഒരു സെക്കൻഡ്, ഞാൻ ഒരിക്കലും സമരത്തിന് അനുകൂലമായിട്ടുള്ള ഒരാളല്ല. ഞാൻ ആ സംഘടനയിൽ നിൽക്കുമ്പോൾ അങ്ങനെ ഒരു സമരത്തിനെ വന്നിട്ട് നമ്മൾ 100% പിന്തുണയ്ക്കും. കാരണം എന്തിനും സമരമല്ലല്ലോ പരിഹാരം. സമരത്തിന് മുന്നേ നമുക്ക് എന്ത് കാര്യങ്ങളും ചർച്ചകളിലൂടെ പരിഹരിക്കാലോ. ചർച്ച ചെയ്ത് പരിഹരിക്കാൻ പറ്റാത്ത ഒരു വിഷയം ഇൻഡസ്ട്രിയിൽ ഇല്ല എന്നേ ഉദ്ദേശിച്ചുള്ളൂ. ഇപ്പൊ ദിനു അങ്ങനെ എടുക്കുവാണെങ്കിൽ എനിക്കിപ്പോ ഒന്നും പറയാനില്ല. ഞങ്ങളുടെ സംഘടനയിൽ അങ്ങനെ ഒരു ഭിന്നത ഇല്ല. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും ചേട്ടൻ പറയുന്നത് ആന്റണി പെരുമാൾ ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടില്ലാന്ന്. പിന്നീട് അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിട്ടത് ഭയങ്കര തെറ്റായ നടപടിയല്ലേ? അല്ല, ആനന്ദ് ചേട്ടൻ്റെ ഒരു വികാരം ഞാൻ മനസ്സിലായോ. അതായത് പുള്ളിയുടെ ഒരു വികാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ സിനിമേനെ പറ്റി വേറെ ആൾക്ക് പറയാൻ വേണ്ടി അതിന്റെ ഒരു ബഡ്ജറ്റും മറ്റു കാര്യങ്ങളും ഒക്കെ ഇപ്പം പറയാൻ വേണ്ടിയിട്ട് ആരാണ് ചുമതലപ്പെടുത്തിയത് എന്നുള്ള രീതിയിലാണ്. സുരേഷ് ചേട്ടൻ ഒരു ഫ്രണ്ട്, നമുക്കിപ്പോ ചില ഫ്രീഡം ഉണ്ടാവുമല്ലോ. പറഞ്ഞു മനസ്സിലായോ. അപ്പൊ അതിന്റെ ഒരു വെളിച്ചത്തിൽ അല്ലെങ്കിൽ ഒരു കാഷ്വൽ ടോക്കിൽ ഇവരൊക്കെ നടത്തിയ ഒരു ടോക്കിന്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും സുരേഷ് ചേട്ടൻ പറഞ്ഞത്. അത്രേ ഉള്ളൂ. ഒരു കാര്യം, ലിസ്റ്റിംഗ് ഇതിന്റെ ട്രഷററാണ്. ഇപ്പൊ സമരം പ്രഖ്യാപിച്ച് വാർത്താ സമ്മേളനം നടത്തിയത് വൈസ് പ്രസിഡന്റാണ്.
ക്രിസ്ത്യൻ പറയുന്ന സമരത്തിന് ഒപ്പമില്ല. അല്ല അങ്ങനെയല്ല, ഞാൻ പറയുന്നത് നിങ്ങൾ വീണ്ടും തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞത് ജൂൺ 1 നമ്മൾ സമരം സമരത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതൊന്നും നടന്നില്ല എങ്കിൽ ഞങ്ങൾ ആ ഘട്ടത്തിലേക്ക് അങ്ങനെ തീരുമാനിക്കേണ്ടതായിട്ട് വരും എന്നാണ് ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഓരോ വിധത്തിൽ സംസാര ശൈലി തിരുവനന്തപുരം ഭാഷയാണോ എറണാകുളത്തുള്ള എറണാകുളം ഭാഷയാണോ ഭാഷ പ്രശ്നമല്ല. പറഞ്ഞു കഴിഞ്ഞു സിനിമാ സമരം ജൂൺ 1 പ്രഖ്യാപിച്ചു. നിങ്ങളുടെ സംഘടന പറഞ്ഞു ലിസ്റ്റിൽ അത് അനുകൂലിക്കുന്നോ ഇല്ലയോ? എത്ര ചോദ്യം. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരിക്കലും ഒരു സമരത്തെ അനുകൂലിക്കുന്ന ഒരാളല്ല ഒരിക്കലും. എന്ന് വെച്ച് അവിടെ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ അതിനോടൊപ്പം അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആളാണ്. അല്ലെങ്കിൽ ഇഷ്യൂവിനെ വന്നിട്ട് അതൊരു മൂർച്ഛിതാവസ്ഥയിൽ എത്തിക്കേണ്ട ഒരാളല്ല. ഒരു ഇന്നോ നാളെ അല്ലല്ലോ സമരം വെച്ചേക്കുന്നത്. ഇതൊന്നും വന്നില്ലെങ്കിൽ ജൂൺ മാസത്തിലാണ്. ഇനിയും കിടക്കുന്നത് ഫെബ്രുവരി ഉണ്ട്, മാർച്ച് ഉണ്ട്, ഏപ്രിൽ ഉണ്ട്, മെയ് ഉണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ജൂൺ വരുന്നത്. ഞങ്ങളുടെ പ്രശ്നമല്ല ഈ സംഘടനക്കുള്ളിൽ പറഞ്ഞോ സമരത്തിന് ഞാൻ അനുകൂലിക്കുന്നില്ല എന്നുള്ളത്. ഈ തീരുമാനം സംഘടന എടുക്കുന്ന മുമ്പ് സംഘടന പറഞ്ഞു. ആ യോഗത്തിൽ പങ്കെടുത്ത ആളാണല്ലോ, അവിടെ പറഞ്ഞോ? ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു സമയത്ത് ഈ ഒരു പ്രസ് മീറ്റ് കൊടുക്കുന്ന ഒരു സമയത്ത് ഞാൻ ഇപ്പൊ അങ്ങനെ ഒരു ഡിസ്കഷൻ നമ്മളിതൊന്നും നടന്നില്ല എങ്കിൽ യോഗത്തിനുള്ളിൽ സമരം വേണമെന്ന് തീരുമാനമുണ്ടായി. ഒന്നും നടന്നില്ല, നമുക്ക് അനുകൂലമായിട്ട് ഒരു പരിപാടികൾ നടക്കുന്നില്ല എങ്കിൽ നമുക്കൊരു സമരത്തിലേക്ക് പോകാമെന്ന് എല്ലാ സംഘടനകളും കൂടി ചർച്ച ഉണ്ടായി. നമുക്ക് പോകാന്നുള്ളത്. ആ പോകുന്നതിന് മുമ്പ് ഡിസ്കഷൻസ് ഉണ്ടല്ലോ. ജൂൺ മാസം നമ്മൾ പറഞ്ഞുള്ളൂ. ജൂൺ 1 മാസം. അതായത് ചേട്ടൻ ഈ സമരത്തിനോട് താല്പര്യമില്ല, പക്ഷെ സംഘടന ഏതുകൊണ്ട് നിൽക്കേണ്ടി വരും. അല്ല, അത് സംഘടനയ്ക്കുള്ളിൽ അങ്ങനെയാണല്ലോ. ഞാൻ എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. കാരണം ഇപ്പോ നമ്മുടെ ഷെയ്ൻ നിഗം അല്ലെങ്കിൽ ശ്രീനാഥ് ബാസി എന്ന് പറയുന്ന ഒരാൾ പല പടങ്ങൾക്ക് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഈ സംഘടനയാണ് ആ പടങ്ങളിൽ ആ പ്രശ്നം ഉണ്ടായ പടങ്ങളിലെല്ലാം സോർട്ട് ഔട്ട് ചെയ്ത്. സംഘടന നമുക്ക് ആവശ്യമാണ്. ഇപ്പൊ കാർണിവൽ എന്ന് പറയുന്ന തിയേറ്റർ ഗ്രൂപ്പ് ഉണ്ട്. എല്ലാവർക്കും 8, 10, 20 അല്ല മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സംഘടന എന്തിനാണ്? സംഘടനയ്ക്ക് ഒപ്പമാണോ സംഘടനയ്ക്ക്? സംഘടനയ്ക്ക് ഒപ്പമാണോ അല്ലയോ എന്നുള്ള ചോദ്യത്തിലാണ് എന്തുകൊണ്ടിട്ട് സംഘടന 100% സംഘടനയ്ക്ക് ഒപ്പം തന്നെയാണ്. ഒരു മിനിറ്റ് ഒരു ചർച്ച നടത്തുമ്പോ നമുക്ക് എല്ലാവർക്കും ഒരേ തീരുമാനമാണോ? മജോറിറ്റി തീരുമാനമല്ലേ പാസ്സാക്കുന്നത്. ഇപ്പൊ ഒരു ഇലക്ഷൻ നടക്കുമ്പോ കൂടുതൽ വോട്ട് കിട്ടുന്ന ആളല്ലേ ജയിക്കുന്നത്, അല്ലെ? അങ്ങനെയല്ലേ ജയിക്കുന്നത്. എനിക്ക് അങ്ങനെയാ മനസ്സിലായിട്ടുള്ളൂ. ഞാൻ പറഞ്ഞ കാർണിവൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന തിയേറ്റർ ഗ്രൂപ്പ് 10 കോടി രൂപയോളം ഞങ്ങൾക്ക് തരാനുണ്ടായിരുന്നു. തിയേറ്റർ സംഘടന ഉള്ളത് കൊണ്ടിട്ടാണ് എല്ലാ പ്രൊഡ്യൂസേഴ്സിനും എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും അത് പിരിച്ചു കിട്ടിയത്. അപ്പൊ സംഘടനയ്ക്ക് ഞാൻ ഉൾപ്പെടെ ഉള്ളവർ എല്ലാവരും അത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോ സംഘടനയിലുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു അഭിപ്രായത്തോടെ എനിക്ക് ഒരു സമരത്തോട് താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഞാൻ ഉൾപ്പെടുന്ന ഒരു സംഘടനയിലെ മജോറിറ്റി ആളുകൾ പറയുകയാണ് നമുക്ക് ഒരു സമരത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിനൊപ്പം തന്നെയാണ്. എന്റെ പക്ഷേ സംഘടനയ്ക്കുള്ളിലുള്ള അംഗങ്ങളിൽ ഏകാഭിപ്രായം വരുന്ന കാര്യങ്ങളാണല്ലോ ഒരു വൈസ് പ്രസിഡന്റ് ആണെങ്കിൽ അത് പറയേണ്ടതുള്ളൂ. അതല്ലാതൊരു കാര്യം ഇപ്പൊ ലിസ്റ്റിൽ തന്നെ മാറ്റി പറയേണ്ട കാര്യം ഞാൻ മാറ്റിയല്ല ഒരു സെക്കൻഡ്. നിങ്ങൾ എന്റെ അഭിപ്രായമാണ് ചോദിച്ചത് അല്ലെ? സംഘടനയുടെ അഭിപ്രായം ഞാൻ പറഞ്ഞു. നിങ്ങൾ എന്റെ ഒരു അഭിപ്രായം സമരത്തോട് ലിസ്റ്റിന് അനുകൂലിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമരത്തോട് ഞാൻ അനുകൂലിക്കുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. സംഘടനയുടെ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ 100% സംഘടനയുടെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഞാൻ സംഘടനയിൽ നിന്ന് പല ആനുകൂല്യങ്ങളും കൈപ്പറ്റിയ ആളാണ്. എനിക്കൊരു പ്രശ്നം വന്നു കഴിയുമ്പോഴത്തേനും സംഘടനയാണ് എന്റെ ഒപ്പം ഉള്ളത്. ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് പോയി എനിക്ക് പല പ്രശ്നങ്ങളും തീർക്കാനായിട്ട് സാധിക്കത്തില്ല. ആന്റണി പെരുമ്പാവൂരൊക്കെ ഇവരൊക്കെ സജീവമായി നിർമ്മാണ മേഖലയിലും സിനിമ റിലീസാകാൻ നിൽക്കുന്ന ആൾക്കാരൊക്കെയാണ് ലിസ്റ്റിനും ആന്റണി പെരുമ്പാവൂരൊക്കെ. ഇവരൊന്നും സമരത്തിന് അനുകൂലിക്കുന്നത്. അപ്പൊ ഈ സിനിമ ചെയ്യാത്ത ആളുകളാണോ സമരത്തിന് അനുകൂലിക്കുന്നത്? അല്ല, ഒരു സെക്കൻഡ്. ഇപ്പൊ സിനിമ ഞാൻ അത് തന്നെയാണ് പറയുന്നത്. സിനിമ ഇപ്പൊ
സുരേഷ് കുമാർ എന്ന് പറയുന്ന നിർമ്മാതാവ് ഏറ്റവും കൂടുതൽ സിനിമ നിർമ്മിച്ചിട്ടുള്ള ആളാണ്. ലാസ്റ്റ് സുരേഷ് ഏട്ടൻ നിർമ്മിച്ച ഒരു സിനിമ എന്ന് പറയുന്നത് വാശി എന്ന് പറയുന്ന ഒരു സിനിമയാണ്. അദ്ദേഹം 2022 നിർമ്മിച്ചയാളാണ്. ടൊവിനോ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഹീറോ ആണ് അതിനകത്തെ നായകൻ. കീർത്തി സുരേഷാണ് നായിക. സിയാദ് വോക്കർ. മാരിവില്യൻ ഗോപുരങ്ങൾ എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ വർഷം നിർമ്മിച്ച സിനിമയാണ്. ദേവദൂതൻ റിലീസ് ചെയ്തു. കുറി എന്ന് പറയുന്ന ഒരു പടം നിർമ്മാണം ചെയ്തു. അപ്പൊ അവരൊക്കെ എങ്ങനെയാണ് പഴയ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇപ്പോഴും പടം ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സ് അല്ലേ? ഒരു പടം ചെയ്യാത്ത പ്രൊഡ്യൂസേഴ്സ് ആണോ? അല്ലല്ലോ. നിലവിൽ പടം ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സ് ആണ് സിയാദ് വോക്കർ, സുരേഷ് കുമാർ എല്ലാം. ഞങ്ങളുടെ സജീവ മെമ്പറാണ്, ഞങ്ങളുടെ സീനിയർ മെമ്പറാണ്. നമ്മൾ ബഹുമാനിക്കുന്ന മെമ്പേഴ്സാണ് അവര്. നമ്മൾ അവർക്കൊപ്പം തന്നെയാണ്. ആന്റണി പെരുമ്പാവൂർ ഞാൻ എന്ന വ്യക്തിയേക്കാൾ കൂടുതൽ ഞാൻ എത്രയാണോ ഈ അസോസിയേഷൻ വേണ്ടപ്പെട്ടത് അതിൽ കൂടുതൽ വേണ്ടപ്പെട്ട ആള് തന്നെയാണ് ആന്റണി പെരുമ്പാവൂർ എന്ന് പറയുന്ന വ്യക്തി. ആ വ്യക്തിയായിട്ട് ഞാൻ ഇന്ന് രാവിലെയും കൂടെ സംസാരിച്ചാണ്. ഇതിലൊന്നും ഞങ്ങൾക്ക് തർക്കമല്ല. ഈ വാദങ്ങളൊക്കെ ഉന്നയിച്ചത് തന്നെയാണ്. ജൂൺ 1 സമരം സംഘടന പറഞ്ഞു, ലിസ്റ്റിന് അതിന് അനുവദിക്കുന്നില്ല പറഞ്ഞു. ഇത് തന്നെയാണ് ആന്റണി പെരുമ്പാവൂരും പറഞ്ഞത്. ഈ സമരം ഗുണകരമാവില്ല എന്ന് ആന്റണി പെരുമ്പാവൂർ പറഞ്ഞു. ആ ആന്റണി പെരുമ്പാവൂരാണ് സംഘടന തള്ളിക്കളഞ്ഞത്. അല്ല ദിനു, ഞാൻ പറയുന്നത് അതായത് പുള്ളിയുടെ അഭിപ്രായം പറഞ്ഞു ഞാൻ അതിനെ അനുകൂലിക്കുന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നമുക്ക് ടൈമുണ്ട്. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ വരെ സമയമുണ്ട്. ഇപ്പൊ ഒരു കാര്യം പ്രഖ്യാപിക്കുമ്പോൾ അതിനു വേണ്ടിയിട്ടല്ലേ അത് ഒരു കുറെ സമയം എടുത്ത് മാറ്റി വെച്ചിട്ട് വെച്ചേക്കുന്നത്. അത് നമുക്ക് പ്രഖ്യാപനത്തിന്റെ ആവശ്യമുണ്ടോ? അല്ലല്ല, ഒരു കാര്യം ചോദിച്ചോ, ഭയപ്പെടുത്താനാണോ? അല്ലല്ല, തീർച്ചയായിട്ടും നമ്മൾ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുത്തില്ല എങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഓരോരോ കാര്യങ്ങൾ നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്? അതൊന്നും പറഞ്ഞോ. അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല, അങ്ങനത്തെ ഉള്ള ആളുകളെ മാത്രം ഇതിന്റെ നേതൃസ്ഥാനത്ത് ഇരുത്താം. ഇങ്ങനത്തെ പ്രഖ്യാപനങ്ങളും ഇങ്ങനത്തെ പ്രശ്നങ്ങളും ഒന്നും ഉന്നയിക്കാത്ത, ആർക്കും വായിൽ നിന്ന് സംസാരിക്കും ഒരു വാക്ക് പോലും തെറ്റിത്താറുന്ന രീതിയിൽ ആ രീതിയിൽ പോലും വരുത്താത്ത രീതിയിലുള്ള ആൾക്കാരെ ഇതിന്റെ നേതൃസ്ഥാനത്ത് ഇരുത്താം. അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ. നമുക്കൊക്കെ പ്രശ്നങ്ങളില്ലാതെ കാര്യങ്ങൾ നടന്നു പോകണമെന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. കാരണം നമ്മൾ സിനിമയിലെ 100% ഡിപ്പെൻഡ് ചെയ്ത് സിനിമയാണ് നമ്മുടെ 100% ബിസിനസ് എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്ന അതിൽ നിന്ന് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. അപ്പൊ തീർച്ചയായിട്ടും സംഘടന നമുക്ക് ആവശ്യമാണ്. അതിന്റെ അകത്ത് വരുന്ന കാര്യങ്ങളെല്ലാം ഡിസ്കഷനിലൂടെ തന്നെ പോകുന്ന കാര്യങ്ങളാണ്. ഈ ജനുവരിയിൽ വന്ന സിനിമകളുടെ കണക്ക് പുറത്തുവിട്ടു. എത്ര നേടി അല്ലെ എത്ര നഷ്ടം സംഭവിച്ച കണക്ക് നിർമ്മാതാക്കൾ പുറത്തുവിട്ടു. ആ പുറത്തുവിടുന്ന രീതി അത് ഇനിയിപ്പോൾ അടുത്ത മാസം വേണമെങ്കിൽ തുടരും എന്നുള്ളതാണ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അതിന് ലിസ്റ്റ് യോജിക്കുന്നുണ്ടോ? അത് യോജിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഞാൻ വീണ്ടും പറഞ്ഞത്. നമ്മുടെ അംഗങ്ങൾ കൂടുതൽ പേര് ഇത് പറഞ്ഞു, ഇത് അറിയണം, ഇവരോട് അറിയണം. ഇവരറിഞ്ഞില്ല എന്ന് ഇവര് നടിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. അതുകൊണ്ടിട്ട് ഞങ്ങൾക്കൊക്കെ തയ്യാറാണ്. ഞങ്ങളുടെ പടങ്ങളിലെ റിസൾട്ട് പുറത്തു വിട്ടു. ഞാൻ പറയുമ്പോൾ മജോറിറ്റി പറയുന്നു പുറത്തു വിട്ടു എന്ന് പറയുമ്പോൾ മൈനോറിറ്റി പറയുവാണ് അതിനോട് ചിലപ്പോൾ, അതായത് വലിയ റിസ്ക് എടുക്കുന്നവർക്ക് ചിലപ്പോൾ താല്പര്യം ഉണ്ടാവത്തില്ല. ചില കാര്യങ്ങളോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം. പക്ഷെ മജോറിറ്റി പറയുവാണ് ഞങ്ങളൊക്കെ ഇത്രയും നഷ്ടപ്പെട്ടവരാണ്, ഞങ്ങൾക്കൊന്നും ബിസിനസ് നടക്കുന്നില്ലല്ലോ, ഞങ്ങൾക്ക് ഇത്രേ വന്നുള്ളൂ, എന്നിട്ട് എന്തിനാണ് ഇവരൊക്കെ ഇത്ര ചാർജ് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ നേതൃത്വ സ്ഥാനത്ത് ആരൊക്കെ ഇരിക്കുന്നതോ അവരത് പറയാനായിട്ട് ബാധ്യസ്ഥരായി പോവുകയാണ്. 100% ഉണ്ട്. 100% താരങ്ങളല്ല, അതിനകത്ത് എ ഗ്രേഡ് ആയിക്കോട്ടെ ബി ഗ്രേഡ് ആയിക്കോട്ടെ താരങ്ങളുടെ ശമ്പളം ഇവൻ കുറയ്ക്കണം. അവർക്ക് സിനിമകൾ നിർമ്മിക്കാം, അവർക്ക് തന്നെ ഇവൻ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാം, അവർക്ക് തിയേറ്ററിൽ തന്നെ അവർക്ക് വാങ്ങിക്കാം, അവർക്ക് പ്രദർശനം നടത്തും. ഇതിലൊന്നും ആർക്കും ഒരു പ്രശ്നമില്ല. നമ്മളൊരു ഒരു ഒരു പ്രസ്ഥാനമായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ, സിനിമാ നിർമ്മാതാവായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാമല്ലോ. പക്ഷെ പല നടന്മാരും നിർമ്മാതാക്കളാണ്. അപ്പൊ അങ്ങനെ ഉള്ള ആളുകൾക്ക് ഈ സമരത്തെ അനുകൂലിക്കുന്ന അമ്മയുടെ ഭാഗത്തുനിന്ന് ജയൻ ചേർത്തല പറഞ്ഞു, അങ്ങനെ അവർക്ക് സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ കമ്പനിയുണ്ട്. ഈ സമരത്തെ അനുകൂലിക്കാതെ അത്തരം സിനിമകളുമായിട്ട് അവർ മുന്നോട്ട് പോയാൽ തിയേറ്ററിൽ പ്രദർശിപ്പിക്കാമെന്ന് സുരേഷ് കുമാർ പറഞ്ഞു. അത് വിവരിക്കുന്നു. അല്ല, ഒരു മിനിറ്റ്. അതായത് അത് ഏതർത്ഥത്തിലാണ് പറഞ്ഞതെന്നൂടെ അതായത് അമ്മയിൽപ്പെട്ട ആളുകൾ സ്വയം സിനിമ നിർമ്മിക്കുകയും അവർ പ്രദർശിപ്പിക്കാൻ തീരുമാനിച്ചാൽ അത് അതിനുള്ള തിയേറ്റർ ഉടമകൾ സിനിമ, അതായത് സിനിമ നിർമ്മാതാക്കൾക്കൊപ്പം നിൽക്കുന്നു, സംഘടനയ്ക്കൊപ്പം അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ സംഘടനയ്ക്കൊപ്പം അവരും ഈ ആവശ്യത്തിനൊപ്പം നിൽക്കുന്നു എന്നാണ് അവർ പറഞ്ഞത്. അല്ലാതെ സിനിമ തിയേറ്ററിൽ എത്തുന്ന സാധനം അവർ കളിക്കില്ല എന്ന് അവർ പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. താരങ്ങൾ നിർമ്മിക്കുന്ന സിനിമ അല്ല, ഒരു മിനിറ്റ്, താരങ്ങൾ നിർമ്മിക്കുന്ന സിനിമ അവർ പ്രദർശിപ്പിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? അതാണ് എനിക്കൊന്ന് അതൊന്നും എനിക്കൊന്ന് കാട്ടിത്തന്നത്. താരങ്ങൾ നിർമ്മിക്കുന്ന സിനിമ എന്താണ്? താരങ്ങൾ നിർമ്മിക്കുന്ന അങ്ങനെ താരങ്ങൾ സിനിമ നിർമ്മിക്കുകയും ഈ സമരത്തെ ഉന്നയിച്ചുകൊണ്ട് അങ്ങനെ എന്താ പറയാ വരികയും ചെയ്താൽ അത്തരം സിനിമകൾ പ്രദർശിപ്പിക്കില്ല, തിയേറ്റർ പോകുമ്പോൾ ഞങ്ങൾക്ക് ഞാനത് കേട്ടില്ല. കാരണം താരങ്ങൾ നിർമ്മിക്കുന്ന സിനിമകൾ പ്രദർശിപ്പിക്കില്ല എന്ന് ഞാനത് കേട്ടിട്ടില്ല.